SFI 49ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് തുടക്കം. അഴിയൂർ രക്തസാക്ഷി PK രമേശൻ നഗറിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് KV സുമേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P താജുദ്ദീൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സരോജ് ചങ്ങാടത്ത് രക്തസാക്ഷി പ്രമേയവും S നന്ദന അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KV അനുരാഗ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി PM ആർഷോ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. P താജുദ്ദീൻ, ഫിദൽ റോയ്സ്, KT സബന്യ, ഭവ്യ, അഭിജിത്ത് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. മുഹമ്മദ് സാദിഖ് കൺവീനറായുള്ള പ്രമേയ കമ്മിറ്റിയും S നന്ദന കൺവീനറായുള്ള മിൻസ് കമ്മിറ്റിയും മിഥുൻ സാരംഗ് കൺവീനറായുള്ള ക്രെഡൻഷ്യൽ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നു. സമ്മേളനം നാളെ സമാപിക്കും. രാജ്യത്ത് നടന്ന സമീപകാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ കൊള്ളയാണ് നീറ്റ് അട്ടിമറി എന്നത്. അത് സർക്കാർ മെഡിക്കൽ കോളേജിലെ മെറിറ്റ് സീറ്റ് അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടി എന്താ? വിദ്യാഭ്യാസ രംഗത്ത് സംഘപരിവാറിന്റെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രധാനമായും ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ സംഘപരിവാറിന്റെ അജണ്ടയിലേക്ക് കൊണ്ടുപോവുക എന്ന ആസൂത്രിതമായ നീക്കമാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. UGC അതിനെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ക്യാമ്പസിൽ പ്രസംഗിക്കുന്നുണ്ടാവും. ഇന്ത്യയിൽ പൗരാണികമായ മിത്തിനെ, സങ്കല്പങ്ങളെ, രീതികളെ വിദ്യാഭ്യാസത്തിന്റെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയേറെ വികസിച്ച കാലഘട്ടത്തിലും അപരിഷ്കൃതമായ ഒരു ചിന്താധാരയെ വളർത്തിയെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ്. ആ നീക്കത്തിനെതിരെ ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്നത് പുരോഗമന വിദ്യാർത്ഥി സംഘടനകളാണ്. ആ പുരോഗമന വിദ്യാർത്ഥി സംഘടനകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായ ശ്രമം JNU മുതൽ രാജ്യത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ നിങ്ങൾക്കും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ചേർന്ന് യോജിച്ചായി നടത്തേണ്ടി വന്നിട്ടുള്ള വലിയ സമരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിദ്യാഭ്യാസ ക്രമത്തെ തകർത്ത് തരിപ്പിലാക്കാനാണ് നരേന്ദ്രമോദിയും കൂട്ടരും ശ്രമിക്കുന്നത്.